പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ആഗമനോദ്ദേശം പൂർത്തിയാക്കി ഒരാൾ ജീവിതത്തിൻ്റെ പടികടന്നു പോകുമ്പോൾ മാത്രം ആ മനുഷ്യൻ്റെ ഗുരുത്വവും പ്രവൃത്തിയും പ്രകീർത്തിക്കുക എന്നത് മനുഷ്യൻ്റെ ദൗർബല്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. സംവിധായകൻ രഞ്ജിത്തിൻ്റെ ഒരു ചിത്രമുണ്ട്, പാലേരി മാണിക്യം. വാസ്തവത്തിൽ പാലേരിയിലെ യഥാർത്ഥ മാണിക്യമായിരുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം യാത്ര പറഞ്ഞു പോയി. ലോകത്തെ ഏറ്റവും ശക്തവും സംഘടിതവുമായ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന രമേശൻ പാലേരി, ലോകത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ദീർഘദർശിയായ നേതാവ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സർവീസ് സഹകരണ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ വടക്കൻ മലബാറിലെ ഒരു പ്രാദേശിക തൊഴിലാളി കൂട്ടായ്മയെ ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘമായും ലോകശ്രദ്ധ നേടിയ വികസന മാതൃകയായും വളർത്തിയ ക്രാന്തദർശി. മലയാളികളിൽ പലർക്കും അറിയാത്ത ഒരു സഹകരണ സംഘത്തിൻ്റെ ലോകോത്തരമായ നേട്ടങ്ങളുടെ പിന്നിലെ വ്യക്തിത്വം. ആ ചരിത്രം കേരളത്തോട് ഉച്ചത്തിൽ പറയേണ്ടതാണെന്ന് തോന്നുന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. പട്ടിണിയും പാർശ്വവൽക്കരണവും വിധിയെഴുതിയ മലബാറിലെ ഒരു കൂട്ടം മനുഷ്യരുടെ കഥ തുടങ്ങുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പാണ്. ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെ നെഞ്ചുപിരിച്ചു നിന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വിപ്ലവം. 1925 കേവലം 16 പേരുമായി കയ്യിൽ ചില്ലിക്കാശില്ലാതെ ആത്മാഭിമാനം മാത്രം മൂലധനമാക്കി ആരംഭിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി ULCCS ഇന്ന് 100 വർഷങ്ങൾക്കിപ്പുറം എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? 2000 കോടിക്കുമേൽ വാർഷിക വിറ്റുവരവ്, 18,000-ലധികം തൊഴിലാളികൾക്ക് നേരിട്ടും 10,000-ങ്ങൾക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന വൻ പ്രസ്ഥാനം. പൂർത്തിയാക്കിയ പദ്ധതികൾ 11,000-ലധികം. തൊഴിൽ ദാതാവെന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനും KSRTCക്കും KSEBിക്കും തൊട്ടുപിന്നിൽ 4-ാം സ്ഥാനം. അത് കേവലം ഒരു സഹകരണ സംഘത്തിൻ്റെ വളർച്ചയല്ല, ഏതൊരു മലയാളിയുടെയും രോമാഞ്ചവും അഭിമാനവുമാണ്. ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റ് ലോകത്തിന് മുന്നിൽ തൊഴിലാളിയാണ് യജമാനനെന്ന് ഉച്ചത്തിൽ പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ പ്രസ്ഥാനമായി മാറിയ ഊരാളുങ്കൽ. മലയാളികളുടെ ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനം. ഇതെങ്ങനെ വളർന്നത്? ഈ കേരളത്തിൽ നിന്നാണ്. വ്യക്തമായി പറഞ്ഞാൽ വടക്കേ മലബാറിൽ നിന്നാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വടക്കേ മലബാറിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥ സങ്കീർണമായിരുന്നു. സ്വന്തമായി ഭൂമിയോ മാന്യമായ കൂലിയോ സാമൂഹിക പദവിയോ ഇല്ലാതിരുന്നവർ അനവധിയായിരുന്നു. ചൂഷണത്തിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ തൊഴിലാളികൾക്കുമേൽ ജന്മിമാർ വിലക്കുകൾ ഏർപ്പെടുത്തി. പണി നിഷേധിച്ചു, പട്ടിണിക്കിട്ടു. എന്നാൽ ആ ഇരുട്ടിലേക്ക് നവോത്ഥാനത്തിൻ്റെ വെളിച്ചം വീശിക്കൊണ്ട് വാഗ്ഭടാനന്ദ ഗുരുദേവനും അദ്ദേഹത്തിൻ്റെ ആത്മവിദ്യാസംഘവും കടന്നുവന്നു. സമത്വവും സ്വാഭിമാനവും ഉയർത്തിപ്പിടിച്ച ആ ആശയങ്ങളിൽ ആകൃഷ്ടരായി തൊഴിലാളികൾ സംഘടിച്ചു. പണിയില്ലാതെ പട്ടിണിയിലായ മനുഷ്യരെ സംരക്ഷിക്കാൻ 1922 ഊരാളുങ്കൽ ഐക്യനാണയ സംഘം രൂപീകരിച്ചു. അതിൽ നിന്ന് 1925 ഫെബ്രുവരിയിൽ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പാർശ്വവൽക്കരിച്ച വ്യവസ്ഥിതിക്ക് മുന്നിൽ, പട്ടിണിയെ ആയുധമാക്കി തോൽപ്പിക്കാൻ നോക്കിയവർക്ക് മുന്നിൽ, സ്വന്തം അധ്വാനശേഷി കൊണ്ട് മാന്യമായി ജീവിച്ചു കാണിക്കുമെന്ന ആ തൊഴിലാളികളുടെ ഉറച്ച പ്രതിജ്ഞയായിരുന്നു ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ആരംഭകാലത്ത് വലിയ വർക്കുകളൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. 1924 പ്രളയത്തിൽ തകർന്നുപോയ കൃഷിബണ്ടുകൾ പുനർനിർമ്മിച്ചും ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ ഇടവഴികളും കൽപ്പാതകളും പണിതുമായിരുന്നു തുടക്കം. എസ്റ്റാബ്ലിഷ്ഡ് കോൺട്രാക്ടർമാരുടെ കുത്തകയും അപവാദ പ്രചരണങ്ങളും മറികടന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അംഗീകാരം നേടിയെടുത്തത് ഊരാളുങ്കലിൻ്റെ കൃത്യനിഷ്ഠതയുടെയും ഗുണനിലവാരത്തിൻ്റെയും അംഗീകാരമായി. പണത്തിന് ക്ഷാമം വന്നപ്പോൾ സൊസൈറ്റിയെ താങ്ങി നിർത്തിയത് അംഗങ്ങളുടെ ത്യാഗമായിരുന്നു. ടെൻഡറുകൾ സമർപ്പിക്കാൻ തുകയില്ലാതെ വന്നപ്പോൾ തൊഴിലാളികൾ തങ്ങളുടെ കയ്യിലുള്ള 25 പൈസയും 50 പൈസയും മുതൽ ആധാരങ്ങൾ വരെ പണയം വെച്ച് സംഘത്തിന് മൂലധനമൊരുക്കി. കരാറ് കഴിഞ്ഞാൽ കൃത്യമായ ലാഭവിഹിതവും പലിശയും നൽകി അവരത് തിരിച്ചെടുത്തു. വാഗ്ദാനം നൽകിയാൽ അത് ജീവൻ കൊടുത്തും പാലിക്കണമെന്ന ഊരാളുങ്കലിൻ്റെ തത്വം അന്നേ എഴുതിവെച്ചതാണ്. സാധാരണയായി മൂലധനമില്ലാതെ കോൺട്രാക്ട് തൊഴിൽ രംഗത്ത് നിലനിൽക്കുക അസാധ്യമാണ്. എന്നാൽ ഊരാളുങ്കൽ ആ പ്രതിസന്ധിയെ മറികടന്നത് വേറിട്ട വഴിയിലൂടെയാണ്. മലബാർ സെൻട്രൽ സഹകരണ ബാങ്കിൽ ഓഹരി എടുത്തുകൊണ്ട് വായ്പകൾ കണ്ടെത്തുകയും
പിന്നീട് സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഫണ്ട് സമാഹരിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു സാമ്പത്തിക മാതൃക അവർ രൂപപ്പെടുത്തിയെടുത്തു. ഈ കേരളത്തിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ വരെ ശ്രദ്ധയാകർഷിച്ച ഈ മാതൃകയെക്കുറിച്ച് 2013 UN ഒരു ഡോക്യുമെന്ററി പോലും പുറത്തിറക്കി. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA ആകട്ടെ ലോകത്തിലെ പ്രമുഖ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നിരയിൽ ഊരാളുങ്കലിനെ പ്രതിഷ്ഠിച്ചു. കേട്ടിട്ടുണ്ടാകും പങ്കാളിത്ത ജനാധിപത്യം അഥവാ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അതെങ്ങനെയാണ് പ്രൊഫഷണലായി പ്രായോഗികമായി നടപ്പാക്കുക എന്ന് ഊരാളുങ്കൽ കാണിച്ചു തരുന്നു. പ്രത്യേകിച്ച് ഒരു സഹകരണ സംഘത്തിന്റെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട്. ഈ പങ്കാളിത്ത ജനാധിപത്യം കൊണ്ടാണ് ഒരു സഹകരണ സംഘമായ ഊരാളുങ്കലിന് പ്രൊഫഷണൽ കോർപ്പറേറ്റുകളോട് കിടപിടിക്കാൻ സാധിച്ചത്. തൊഴിലാളികൾ തന്നെയാണ് ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെടുക്കുന്നത്. മാനേജ്മെന്റ് പാടവമുള്ള തൊഴിലാളികളിൽ നിന്നാണ് സൈറ്റ് ലീഡർമാരെ കണ്ടെത്തുന്നത്. ഡയറക്ടർ ബോർഡിലെ ഒരംഗം എല്ലാ പ്രവൃത്തി സ്ഥലത്തും നേരിട്ടുണ്ടാകും. ഓരോ ദിവസത്തെയും ജോലി കഴിയുമ്പോൾ അന്നുണ്ടായ പുരോഗതി ഡയറക്ടർ ബോർഡും ചെയർമാനും അവലോകനം ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയാം. 1954 സാധാരണ തൊഴിലാളിയായി ജോലിയിൽ പ്രവേശിച്ച് 1988 ഡയറക്ടറായി മാറി 79-ാം വയസ്സിലും ULCCയുടെ ഭാഗമായിരുന്ന മത്തത്തിൽ കുനിയിൽ ദാമുവിനെ പോലെയുള്ള 100 കണക്കിന് ആളുകളാണ് ഈ സൊസൈറ്റിയുടെ നട്ടെല്ല്. 12-ാം വയസ്സിൽ പാറ പൊട്ടിക്കുന്ന തൊഴിലിൽ തുടങ്ങി പതിറ്റാണ്ടുകളായി ഈ സ്ഥാപനത്തിന്റെ ഭാഗമായ പുനത്തിൽ ശാന്തയെ പോലുള്ളവർ. തൊഴിലാളികൾ ഒരു കുടുംബമായി, ചെയർമാൻ മുതൽ സാധാരണ തൊഴിലാളി വരെ ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് തൊഴിലാളി കമ്പനി. അതാണ് ULCCS. തൊഴിലാളി വിപ്ലവത്തെക്കുറിച്ചും സാമൂഹിക സമത്വത്തെക്കുറിച്ചുമുള്ള രാഷ്ട്രീയ രൂപങ്ങൾ ഒന്നുകിൽ അങ്ങേയറ്റം മുതലാളിത്തമായി മാറുകയോ അല്ലെങ്കിൽ തകരുകയോ ചെയ്ത അതേ കാലത്താണ് ലോകത്തിനു മുന്നിലെ ഒരു വെളിച്ചം പോലെ ULCCS 100 വർഷങ്ങൾ പിന്നിടുന്നത് എന്നതാണ് അതിലെ സൗന്ദര്യം. മൂലധനമല്ല, മനുഷ്യത്വവും അധ്വാനവുമാണ് ഏതൊരു വലിയ സാമ്രാജ്യത്വത്തിൻ്റെയും യഥാർത്ഥ അടിത്തറയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. മലബാറിലെ ഈ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അതിൻ്റെ തെളിവായിരുന്നു ഊരാളുങ്കൽ സൈബർ പാർക്ക്, സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, UL ടെക്നോളജി സൊല്യൂഷൻസ്, മെറ്റീരിയൽ റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ് ലാബ് എന്നിവ. ദേശീയപാത 66ന്റെ ഭാഗമായ തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള 39 കിലോമീറ്റർ 6 വരിപ്പാത 1800 കോടിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഊരാളുങ്കലിനെ ഏൽപ്പിച്ചത് അവരുടെ പ്രവർത്തന മികവെന്നുകൊണ്ട് മാത്രമാണ്. സമയബന്ധിതമായി ഉന്നത നിലവാരത്തിൽ ആ പണി നീറ്റായി തീർത്ത് തൊഴിലാളി സംഘമായ ഊരാളുങ്കൽ 2025 ഓഗസ്റ്റിൽ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി. ആ പ്രവർത്തന മികവിനും ഉന്നത നിലവാരത്തിനും അംഗീകാരമായി ഏറ്റവും മികച്ച കൺസെഷണറായി ഊരാളുങ്കലിനെ തെരഞ്ഞെടുത്തു. ഊരാളുങ്കലിന്റെ ചെയർമാനായിരുന്ന രമേശൻ പാലേരി ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞ ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. 2008 മറ്റോ ആണ് ഊരാളുങ്കൽ അവരുടെ IT പാർക്ക് പ്രൊജക്റ്റായ UL സൈബർ പാർക്കിന്റെ ആശയം ചർച്ച ചെയ്തു തുടങ്ങുന്ന കാലം. ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താനായി ചില ബാങ്കുകൾക്ക് മുന്നിൽ സൈബർ പാർക്ക് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഒരു ബാങ്കിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ടു. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നിരത്ത് പണി ചെയ്യുന്ന ഊരാളുങ്കൽ ആ പണി ചെയ്താൽ പോരെ, സൈബർ പാർക്ക് പോലുള്ള പറ്റാത്ത പണിക്ക് ഇറങ്ങണോ എന്നാണ് രമേശൻ പാലേരി അടക്കമുള്ളവരോട് മുഖത്ത് നോക്കി ആ ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. കൂടിരുന്നവരുടെ രോഷം തിളച്ചു. പക്ഷേ റോഡ് പണി ചെയ്യുന്ന ഊരാളുങ്കലിന് IT ബിസിനസ് എങ്ങനെ വഴങ്ങുമെന്ന് ചോദിച്ചവരോട് പ്രവൃത്തി കൊണ്ടാണ് മറുപടി പറയേണ്ടതെന്നായിരുന്നു രമേശൻ പാലേരിയുടെ പക്ഷം. 5-6 വർഷം കഴിഞ്ഞു. ഊരാളുങ്കലിന്റെ സൈബർ പാർക്ക് യാഥാർത്ഥ്യമായി. ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ രാഷ്ട്രപതിയും. കോഴിക്കോട് നിർമ്മിച്ച UL സൈബർ പാർക്ക് ലോകത്തിലെ തന്നെ ആദ്യത്തെ തൊഴിലാളി ഉടമസ്ഥതയിലുള്ള IT പാർക്കായി മാറി. പിന്നീട് പല സാഹചര്യങ്ങളിലും അന്ന് IT പണിക്ക് ഇറങ്ങാതെ റോഡ് പണി ചെയ്ത് ജീവിച്ചാൽ പോരെയെന്ന് ചോദിച്ച ബാങ്ക് ഉദ്യോഗസ്ഥൻ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട്. നാണക്കേടുകൊണ്ട് അയാൾ വഴിമാറി പോവുകയാണ് ചെയ്തതെന്ന് രമേശൻ പാലേരി ഓർമ്മിച്ചു പറഞ്ഞു. ഊരാളുങ്കൽ തെളിയിക്കുന്നത് ഒന്നേ മാത്രം: തൊഴിലാളികൾ ഒന്നിച്ചു നിന്നാൽ, അവരുടെ വിയർപ്പിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ലോകത്ത് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. കോർപ്പറേറ്റ് സൊസൈറ്റി എന്ന സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് നവീകരണവും വൈവിധ്യവൽക്കരണവും നടപ്പാക്കിയതാണ് ULCCSനെ ഈ ഉയരത്തിലെത്തിച്ചത്. അതിന് ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന നിലയിലാകും രമേശൻ പാലേരി ഇനി ചരിത്രത്തിൽ ഇടം നേടുക. കാരണം മാറിവരുന്ന സാമ്പത്തിക ലോകത്ത് ഏതൊരു സംരംഭത്തിനും അതിജീവിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയും മാനേജ്മെന്റ് ശൈലികളും സ്വീകരിക്കേണ്ടതുണ്ട്. രമേശൻ പാലേരിയുടെ നേതൃത്വത്തിൽ
ദേശീയ സംസ്ഥാന തലത്തിലുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സൊസൈറ്റി ഏറ്റെടുത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ബൗസ്ട്രിംഗ് ആർച്ച് പാലങ്ങളിലൊന്നായ വലിയഴീക്കൽ പാലം, പാലാരിവട്ടം പാലത്തിന്റെ ദ്രുതഗതിയിലുള്ള പുനർനിർമ്മാണം, ദേശീയപാത 66ന്റെ 6-വരിപ്പാത വികസനം എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. പരമ്പരാഗത നിർമ്മാണ മേഖലയ്ക്ക് പുറമെ IT, ആധുനിക എഞ്ചിനീയറിംഗ്, ഡിസൈനിംഗ് മേഖലകളിലേക്കും അദ്ദേഹം സംഘത്തെ നയിച്ചു. അഴിമതിരഹിതമായ പ്രവർത്തന ശൈലി, കൃത്യസമയത്തുള്ള പദ്ധതി പൂർത്തീകരണം, തൊഴിലാളി ക്ഷേമം എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിനും വലിയ കോർപ്പറേറ്റ് നിലവാരത്തിൽ പ്രവർത്തിക്കാമെന്ന് രമേശൻ പാലേരി തെളിയിച്ചു. 2013 ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ഡോക്യുമെന്ററിയിൽ ഊരാളുങ്കൽ മാതൃക ഉൾപ്പെടുത്തിയത് രമേശൻ പാലേരിയുടെ നേതൃത്വത്തിനുള്ള വലിയ അംഗീകാരമായിരുന്നു. തൊഴിലാളികളുടെ സഹകരണ സംഘം 2000 കോടിയുടെ ടേൺ ഓവറിലേക്ക് വളരുമ്പോൾ എതിർപ്പുകളും കേസുകളും സ്വാഭാവികമാണല്ലോ. അതിലൊന്ന് വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിക്ക് പ്രൈസ് പ്രിഫറൻസ് നൽകുന്നതിനെതിരെയായിരുന്നു. സാമ്പത്തിക പരിധികൾ ഒഴിവാക്കി ഊരാളുങ്കലിന് നൽകുന്ന കരാറുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സ്വകാര്യ കമ്പനികളും നൽകിയ അപ്പീലുകൾ കോടതി തള്ളിക്കളയുകയായിരുന്നു. സഹകരണ സംഘങ്ങൾക്ക് മുൻഗണന നൽകുന്ന സർക്കാർ നയം സ്വകാര്യ കരാറുകാരുടെ സമത്വത്തിനോ മൗലിക അവകാശങ്ങൾക്കോ വിരുദ്ധമല്ല എന്നാണ് കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത്. ടെയിലൻഡ് ഇതാണ്. 1980കളിൽ മണികമ്മ എന്ന ധീരയായ ഒരു വനിതാ തൊഴിലാളി ഉന്നയിച്ച ഒരു ചോദ്യം ലോകത്തെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രത്തെ മാറ്റിമറിച്ചു. ഇന്ത്യക്ക് ഒരു വനിതാ പ്രധാനമന്ത്രിയാകാമെങ്കിൽ എന്തുകൊണ്ട് ഊരാളുങ്കലിൽ സ്ത്രീകൾക്ക് A ക്ലാസ് അംഗത്വം നൽകിക്കൂടാ? അതായിരുന്നു മണികമ്മയുടെ ചോദ്യം. ചോദ്യം ഉന്നയിക്കുന്നവരെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുന്നത് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ സൊസൈറ്റി എന്താ ചെയ്തതെന്നറിയാമോ? ഊരാളുങ്കലിൻ്റെ ബൈലോ അങ്ങ് ഭേദഗതി ചെയ്തു. സ്ത്രീകൾക്ക് തുല്യ ഭരണാവകാശമുള്ള A ക്ലാസ് അംഗത്വം നൽകി. 1980കളിലാണെന്ന് ഓർക്കണം. സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തവും നേതൃസ്ഥാനവും വേണമെന്ന് ചിന്തിക്കാൻ ഏതാണ്ട് 50 ആണ്ട് മുമ്പ് ഊരാളുങ്കൽ എന്ന സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ഇവർക്കാർക്കെങ്കിലും ഒരു വനിതയെ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു വനിതയുടെ പേര് ഉയർന്നു കേൾക്കാറുണ്ടോ? തുല്യ പ്രാതിനിധ്യവും സ്ത്രീ പങ്കാളിത്തവും പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ 2026 പോലും അത് പറ്റിയിട്ടില്ല, പറ്റുമെന്ന് തോന്നുന്നുമില്ല. അവിടെയാണ് 80കളിൽ ഒരു സ്ത്രീ ശബ്ദത്തെ കേൾക്കാൻ ഊരാളുങ്കലിനായത്. ആരാലും ഹൈജാക്ക് ചെയ്യപ്പെടാത്ത ആ ജനാധിപത്യ ബോധമാണ് 100 വർഷം കഴിഞ്ഞിട്ടും മുന്നോട്ടു പോകാൻ ഈ സഹകരണ പ്രസ്ഥാനത്തിന് പ്രചോദനവും പ്രോത്സാഹനവുമാകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഇന്നൊവേഷൻ, ടെക്നോളജി, ഡെവലപ്മെൻറ്റ് വാർത്തകൾക്കായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുക.